എല്ലാവർക്കും ഗുഡ്വിൽ ജംഗ്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിഡംഷൻ ഓഫ് ഡിബഞ്ചർ കഴിഞ്ഞു. അതുപോലെ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനി 2 ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്ന സെക്കൻഡ് ചാപ്റ്ററാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. ബി കോമനും അതുപോലെ തന്നെ BBAക്കും കോമൺ ആയിട്ട് വരുന്നൊരു ചാപ്റ്ററാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. റിഡംഷൻ ഓഫ് ഡിബഞ്ചർ പഠിച്ച കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറിൻ്റെ വീഡിയോ ആണ് ആദ്യം കാണുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം റിഡംഷൻ ഓഫ് ഡിബഞ്ചർ നിങ്ങൾ ആദ്യം കാണുക. അതിലെല്ലാ വീഡിയോസും കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. ഓക്കെ, ഇപ്പോൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിബഞ്ചറിൻ്റെ പോലെ തന്നെയാണ്. കമ്പനി എന്ത് ചെയ്യേണ്ടി വരും, ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ ആ പ്രിഫറൻസ് ഷെയറിൻ്റെ പൈസ തിരിച്ച് കൊടുത്തിട്ട് റിഡീം ചെയ്യേണ്ടതായിട്ട് വരും, തിരിച്ച് മേടിക്കേണ്ടതായിട്ട് വരും. അതാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് മേ ഇഷ്യൂ പ്രിഫറൻസ് ഷെയർസ് വിച്ച് ആർ ലയബിൾ ടു ബി റിഡീംഡ് വിത്തിൻ എ പീരീഡ് നോട്ട് എക്സീഡിംഗ് 20 years ഫ്രം ദ ഡേറ്റ് ഓഫ് ദെയർ ഇഷ്യൂ. അതായത് ഒരു കമ്പനി പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് അത് എന്ത് ചെയ്യണം, റെഡീം ചെയ്യണം അല്ലേ. അതായത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് റെഡീം ചെയ്യണം, തിരിച്ച് മേടിക്കണം. പക്ഷേ അത് നോട്ട് എക്സീഡിങ് 20 years എന്ന് പറയുന്നുണ്ട്. എന്നാണോ നമ്മൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ആ ഇഷ്യൂ ചെയ്ത ഡേറ്റ് മുതൽ മാക്സിമം 20 വർഷത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, അത് റെഡീം ചെയ്തിട്ടുണ്ടാവണം. പക്ഷേ പല നല്ല ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസൊക്കെ ആണെങ്കിൽ അവർക്ക് 20 വർഷം മുതൽ 30 വർഷം വരെ നമുക്ക് എന്ത് കിട്ടും, എക്സ്ട്രാ നമുക്ക് ഒരു 10 വർഷം കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. അതായത് 30 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്താൽ മതി, റെഡീം ചെയ്താൽ മതി. അതാണ് 30 വർഷം എന്ന് പറയുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസിൻ്റെ ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നോർമൽ കമ്പനീസ് സംബന്ധിച്ച് മാക്സിമം 20 year വരെ നമുക്ക് എന്ത് കിട്ടുള്ളൂ, റിഡംഷൻ പീരീഡ് കിട്ടുള്ളൂ. അതിനുള്ളിൽ നമ്മൾ റെഡീം ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അതാണ് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസ് ആണെങ്കിൽ 20 years എന്നുള്ളത് എന്തായിട്ട് മാറുന്നു, 30 years ആയിട്ട് മാറുന്നു. ബട്ട് നോട്ട് എക്സീഡിങ് 30 years ആണ്, ഒരിക്കലും 30 വർഷത്തിനേക്കാൾ കൂടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ റെഡീമബിളിൻ്റെ മീനിങ് നമുക്ക് ആദ്യം നോക്കാം. റെഡീമബിൾ ഓൾറെഡി പറഞ്ഞതാണ്. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് വിച്ച് ആർ റീപേബിൾ ആഫ്റ്റർ എ ഫിക്സഡ് പീരീഡ് അല്ലേ, ഓർ റിയൽ അറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കമ്പനി. അപ്പോൾ കമ്പനിക്ക് എന്താണ് ഒരു ഫിക്സഡ് പീരീഡിന് ശേഷമോ ഫിക്സഡ് പീരീഡ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന് മുമ്പോ കമ്പനിയുടെ ആ ഇഷ്ടത്തിനനുസരിച്ച് അതിന് മുമ്പോ വേണമെങ്കിൽ എന്ത് ചെയ്യാം, റെഡീം ചെയ്യാം. അപ്പോൾ കമ്പനിയുടെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫിക്സഡ് പീരീഡ് ഉണ്ട്. ആ വർഷം കഴിയുമ്പോൾ അത്രയും ഡ്യൂറേഷൻ കഴിയുമ്പോൾ കമ്പനി എന്ത് ചെയ്യണം, അത് തിരിച്ചു മേടിക്കണം അല്ലേ. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഈ കമ്പനി കനോട്ട് ഇഷ്യൂ ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർ. 2013 കമ്പനി നിയമപ്രകാരം ഒരിക്കലും ഒറ്റ കമ്പനീസും എന്ത് ഇഷ്യൂ ചെയ്യില്ല, ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യില്ല. റെഡീമബിൾ തന്നെ ഇഷ്യൂ ചെയ്യുള്ളൂ. അപ്പോൾ റെഡീമബിൾ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ പേയ്മെൻറ്റ് അടച്ചിട്ട് പ്രിഫറൻസ് ഷെയർ നമ്മൾ റെഡീം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് കമ്പനികൾ എന്ത് ചെയ്യുള്ളൂ, പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുള്ളൂ. ഒരിക്കലും കമ്പനീസ് എന്ത് ഇഷ്യൂ ചെയ്യില്ല, ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യും. ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ റെഡീം ചെയ്യാൻ പറ്റാത്ത പ്രിഫറൻസ് ഷെയറിനെയാണ് ഇറെഡീമബിൾ എന്ന് പറയുക. അതൊരിക്കലും കമ്പനികൾ എന്ത് ചെയ്യില്ല, ഇഷ്യൂ ചെയ്യില്ല. നമുക്കതിൻ്റെ എന്ത് നോക്കാം, റിഡംഷൻ്റെ മീനിങ് നോക്കാം. റിഡംഷൻ മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ഇവിടെ നമുക്കറിയാം റീപേയ്മെൻറ്റ് ഓഫ് ഡിബഞ്ചർ അല്ല, റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലാണ്. കാരണം ഷെയർ ക്യാപിറ്റലാണ് ഇവിടെ വരുന്നത്, പ്രിഫറൻസ് ഷെയർ അല്ലേ വരുന്നത്. ആ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് എന്ത് കിട്ടുന്നു, ക്യാപിറ്റൽ കിട്ടുന്നു. ആ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു, റീപേയ്മെൻറ്റ് നടത്തുന്നു അല്ലേ, നമ്മൾ തിരിച്ച് പേയ്മെൻറ്റ് നടത്തുന്നതിനെയാണ് നമ്മൾ റിഡംഷൻ എന്ന് പറയുക. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ടു ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് നമ്മൾ റീപേയ്മെൻറ്റ് നടത്തുന്നു. അതിനെയാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. നമുക്കറിയാം 2 തരത്തിലുള്ള ഷെയറുകളുണ്ട്, ഇക്വിറ്റി ഷെയറുണ്ട്, പ്രിഫറൻസ് ഷെയറുണ്ട്. അതുപോലെ ഡിഫറൻസ് ഒക്കെ നമ്മൾ സെക്കൻഡ് സെമിസ്റ്ററിൽ പഠിച്ചതാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള റൈറ്റ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പോലെയല്ല, അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. അതുമാത്രമല്ല പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് ഉണ്ടായിരിക്കും അല്ലേ, അവർക്കായിരിക്കും നമ്മൾ ആദ്യം എന്ത് കൊടുക്കുക, ഡിവിഡൻറ്റ് കൊടുക്കുക. അതുമാത്രമല്ല ക്യാപിറ്റൽ റീപേയ്മെൻറ്റ് നടത്തുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് കൊടുക്കും, ആർക്ക് കൊടുക്കും, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാപിറ്റൽ നമ്മൾ അവർക്ക് റീപേയ്മെൻറ്റ് നടത്തും. അതാണ് അപ്പോൾ തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പറഞ്ഞാൽ റിയൽ ഓണേഴ്സായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക, കാരണം അത് ഓണർഷിപ്പ് സെക്യൂരിറ്റിയാണ്. പക്ഷേ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് സെക്യൂരിറ്റിയാണ്. ഇത് ഓണറായിട്ട് റിയൽ ഓണറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും, കാരണം കമ്പനിയുടെ പ്രോഫിറ്റിനനുസരിച്ച് അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് അല്ലെങ്കിൽ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഡിവിഡൻഡ് ആണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊക്കെ അറിയാം. നമുക്കിനി എന്ത് ചെയ്യാം, ഇതിൻ്റെ പ്രൊവിഷൻ എന്താണെന്ന് നോക്കാം. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മൾ അവിടെ പഠിച്ച പോലെ തന്നെ ഡിബഞ്ചർ റിഡംഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കണ്ടീഷൻസ് എന്ന് പഠിച്ചു. അതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയറിൻ്റെ റിഡംഷൻ ടൈമിൽ എന്തൊക്കെ കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ഒന്ന്,
ദ ഷെയർസ് ടു ബി റെഡീംഡ് മസ്റ്റ് ബി ഫുള്ളി പെയ്ഡ് അപ്പ്. അതായത് റെഡീം ചെയ്യേണ്ട ഷെയർ മസ്റ്റായിട്ടും ഫുള്ളി പെയ്ഡ് അപ്പ് ആയിരിക്കണം. ഫുള്ളി പെയ്ഡും പാർട്ട്ലി പെയ്ഡ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് സെക്കൻഡ് സെമിസ്റ്ററിൽ. ഞാൻ പറയാം, ഫുള്ളി പെയ്ഡ് എന്ന് പറഞ്ഞ ഷെയറിൻ്റെ ഫുൾ വാല്യൂ നമ്മൾ പേയ്മെൻറ്റ് നടത്തുക. അതായത് ആപ്ലിക്കേഷൻ, അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് കോൾ, ഫൈനൽ കോൾ വരെയുള്ള എല്ലാ എമൗണ്ടുകളും അടച്ച ഷെയറിനെയാണ് നമ്മൾ ഫുള്ളി പെയ്ഡ് എന്ന് പറയുക. പാർട്ട്ലി പെയ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചിലപ്പോൾ ഫസ്റ്റ് കോൾ വരെ എത്തിയിട്ടുണ്ടാവുള്ളൂ, ഇനി ഫൈനൽ കോൾ വിളിക്കാനുണ്ടാവാം. അങ്ങനെയുള്ള ഷെയറുകളാണ് പാർട്ട്ലി പെയ്ഡ്. അപ്പോൾ ഷെയർസ് എങ്ങനെയായിരിക്കണം? റെഡീം ചെയ്യേണ്ട ഷെയറുകളെല്ലാം ഫുള്ളി പെയ്ഡിലായിരിക്കണം. 2. The shares should be redeemed either out of profit of the company available for distribution as dividend or out of the proceeds of fresh issue of shares made for the purpose of redemption. അതായത് ഇവിടെ നമ്മൾ ഷെയറുകൾ റെഡീം ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ കമ്പനിയുടെ അവൈലബിൾ പ്രോഫിറ്റ് എടുത്തിട്ട്, അതായത് ഡിവിഡൻഡ് കൊടുക്കാനായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടായിരിക്കില്ല കമ്പനിയിൽ, അത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഫ്രഷ് ഇഷ്യൂ നടത്തണം, ഷെയറുകൾ വീണ്ടും പബ്ലിക്കിലേക്ക് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ട് അങ്ങനെ കിട്ടുന്ന എമൗണ്ട് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? റിഡംഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് രണ്ടാമത്തെ പ്രൊവിഷൻ പറയുന്നത്. മൂന്നാമത്തെ പ്രൊവിഷൻ, എനി പ്രീമിയം പേയബിൾ ഓൺ റിഡംഷൻ മസ്റ്റ് ബി പ്രൊവൈഡഡ് ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് അല്ലെങ്കിൽ ജനറൽ റിസർവ്, ഓർ ഔട്ട് ഓഫ് ദ കമ്പനി സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്, അതായത് ഫ്രം ഫ്രഷ് ഇഷ്യൂ ഓർ എക്സിസ്റ്റിംഗ് ബാലൻസ്. ജനറലി ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഔട്ട് ഓഫ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്. ഇഫ് ദർ ഈസ് എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഓർ പ്രീമിയം ഓൺ ഫ്രഷ് ഇഷ്യൂ, ഇറ്റ് മേ ഓൾസോ ബി നോട്ടഡ് ദാറ്റ് ദ റിഡംഷൻ പ്രീമിയംസ് ക്യാൻ ബി പ്രൊവൈഡഡ് ഔട്ട് ഓഫ് എനി അതർ ക്യാപിറ്റൽ പ്രോഫിറ്റ്സ് ഇൻ അഡീഷൻ ടു ദ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്. അതായത് റിഡംഷൻ ചെയ്യേണ്ടത് പ്രീമിയത്തിലാണെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ഡിബഞ്ചറിൽ പഠിച്ചു റിഡംഷൻ ചെയ്യേണ്ടത് പ്രീമിയത്തിലാണെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ പ്രിഫറൻസ് ഷെയറും ഇതുപോലെ തന്നെ റിഡംഷൻ ചെയ്യേണ്ടത് പ്രീമിയത്തിലാണെങ്കിൽ ഇപ്പോൾ 10 രൂപയുടെ സാധനം 12 രൂപയ്ക്ക് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? റിഡംഷൻ ടൈമിൽ അടയ്ക്കേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ആ പ്രീമിയത്തിൻ്റെ എമൗണ്ടല്ലോ, നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ട പ്രീമിയത്തിൻ്റെ എമൗണ്ട്, അത് നമ്മൾ ഒന്നില്ലെങ്കിൽ എവിടെ നിന്ന് എടുക്കണം? കമ്പനിയുടെ പ്രോഫിറ്റ്, അല്ലേ? കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നോ അല്ലെങ്കിൽ ജനറൽ റിസർവിൽ നിന്നോ എടുക്കുക. അല്ലെങ്കിൽ കമ്പനിയുടെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഉണ്ടാവും, അതായത് കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്തപ്പോഴുള്ള പ്രീമിയം റിസർവ് ഉണ്ടാവാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് മുമ്പ് എപ്പോഴും ഉള്ള ആ പ്രീമിയം റിസർവ് ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടാണ് നമ്മൾ റിഡംഷൻ ചെയ്യുന്നതെങ്കിൽ നമ്മളിപ്പോൾ വീണ്ടും ഷെയർ ഇഷ്യൂ ചെയ്യില്ലേ? അപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന പ്രീമിയത്തിലാകാൻ ചിലപ്പോൾ അങ്ങനെ കിട്ടുന്ന പ്രീമിയം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? റിഡംഷൻ ടൈമിലെ പ്രീമിയം റിഡീം ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് സാധാരണ നമ്മൾ ഈ റിഡംഷൻ ടൈമിലെ പ്രീമിയം നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്തുപയോഗിച്ച് തന്നെയാണ്? സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഉപയോഗിച്ച് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ജനറലി എന്ന് പറയുന്നുണ്ട്, ജനറലായിട്ട് നമ്മൾ ചെയ്യുക നമ്മുടെ കമ്പനിയുടെ പേരിലുള്ള സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഉണ്ടല്ലോ, അതായത് നമുക്ക് പ്രീമിയത്തിൽ ഷെയർ ഇഷ്യൂ ചെയ്ത് കിട്ടിയതോ അല്ലെങ്കിൽ മുമ്പോഴെപ്പോഴോ ബാലൻസ് കിടക്കുന്ന ആ പ്രീമിയം റിസർവ് ഉപയോഗിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? റിഡംഷൻ്റെ പ്രീമിയം നമ്മൾ റീപേയ്മെൻറ്റ് നടത്താനായിട്ട്. അതാണ് മൂന്നാമത്തെ പ്രൊവിഷനിൽ പറയുന്നത്. നാലാമത്തെ പ്രൊവിഷൻ പറയുന്നത്, where any such shares are redeemed out of profit available for dividend on amount equal to the nominal value of shares to be redeemed must be transferred out of the divisible profit to capital redemption reserve account. നമ്മൾ ഡിബഞ്ചറിൽ പഠിച്ച പോലെ തന്നെ നമ്മളവിടെ പഠിച്ചു DRR അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യം പഠിച്ചു. അല്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെങ്കിൽ റിഡംഷൻ ചെയ്യുന്നതെങ്കിൽ ഓരോ വർഷത്തെ പ്രോഫിറ്റിൽ നമ്മൾ എന്തിലേക്ക് മാറ്റി? നമ്മൾ DRR, അതായത് റിഡംഷന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു അക്കൗണ്ട്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് വരയ്ക്കുന്നു പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെയും റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ വർഷം പ്രോഫിറ്റിന് എടുത്തിട്ടാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പ്രോഫിറ്റിൽ നിന്നും ഓരോ വർഷത്തെ പ്രോഫിറ്റിൽ നിന്നും നമ്മൾ എവിടേക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം? ഏത്? CRR. അവിടെ നമ്മൾ DRR ആണ് പഠിച്ചതെങ്കിൽ ഇവിടെ പഠിക്കുന്നത് CRR ആണ് കേട്ടോ. പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ CRR ആണ്, ഡിബഞ്ചർ ആണെങ്കിൽ DRR. ഡിബഞ്ചർ എന്ന് പറയുന്നത് ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, ഇവിടെയാണെങ്കിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. കാരണം ഇത് ഷെയർ ക്യാപിറ്റലിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ പ്രോഫിറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ആ CRRലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? റിഡംഷന് വേണ്ടിയിട്ട്. അത് അഞ്ചാമത്തെ പോയിന്റാണ്. ദ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഓൺലി ഫോർ ദ ഇഷ്യൂ ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസ്. ദിസ് മീൻസ് ദാറ്റ് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസ് cannot be made fully paid up out of capital redemption reserve. ഈ CRR നമ്മൾ എന്തിനു മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ? ഫുള്ളി പെയ്ഡ് അപ്പ് ബോണസ് ഷെയർസിന് മാത്രമേ നമ്മളത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരിക്കലും പാർട്ട്ലി പെയ്ഡ് ഷെയർസിന് എന്ത് ചെയ്യാൻ പാടില്ല? ഈ CRR ഉപയോഗിക്കാൻ പാടില്ല. ആറാമത്തത്, നോട്ടീസ് ഓഫ് ദ റിഡംഷൻ മസ്റ്റ് ബി സെൻഡ് ടു ദ രജിസ്റ്റർ ഓഫ് കമ്പനീസ് വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് റിഡംഷൻ. അതായത് റിഡംഷൻ ടൈം എന്നാണോ വരുന്നത് ആ ദിവസത്തിനുള്ളിൽ, ആ ദിവസം മുതൽ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം? നമ്മൾ രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ നമ്മൾ എന്ത് ചെയ്യണം? നോട്ടീസ് അയച്ചിട്ടുണ്ടാവും. റിഡംഷൻ്റെ നോട്ടീസ് നമ്മൾ സെൻഡ് ചെയ്തിട്ടുണ്ടാവണം. ഏഴാമത്തെ പോയിന്റ് പറയുന്നത്, ദ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഈസ് നോട്ട് ടു ബി കൺസിഡർഡ് ആസ് റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. അതായത് ഈ റിഡംഷൻ എന്ന് പറയുന്നത് ഈ പ്രിഫറൻസ് ഷെയറിൻ്റെ പൈസ അവർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ അതൊരിക്കലും നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യില്ല? കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ കുറഞ്ഞതായിട്ട് ഒരിക്കലും ട്രീറ്റ് ചെയ്യില്ല. കാരണം നമ്മൾ കൊടുക്കാനുള്ളത് കൊടുത്തു എന്നുള്ളൊരു മീനിങ് അല്ലേ ഉള്ളൂ. അല്ലാണ്ട് നമ്മുടെ ക്യാപിറ്റൽ കുറയുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ എമൗണ്ട് കുറയുന്നുണ്ടായിരിക്കാം, എന്നാൽ പോലും അത് റിഡക്ഷൻ ഓഫ് ക്യാപിറ്റലായിട്ട്, റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലായിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല? കൺസിഡർ ചെയ്യില്ല. ഓക്കെ, ഇതാണ് ആ 7 പ്രൊവിഷൻസ് പറയുന്നത്. ഈ 7 നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിലെ മൂന്നാമത്തെ പോയിന്റ് നന്നായി ശ്രദ്ധിക്കാം.
അതായത് റിഡംഷൻ ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ ആ എമൗണ്ട് എക്സ്ട്രാ കൊടുക്കുന്ന എമൗണ്ട് ഉണ്ടല്ലോ അത് ഒന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ജനറൽ റിസർവിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ നിന്ന് എടുക്കാം. സാധാരണയായി നമ്മൾ എടുക്കുക സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ നിന്നാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ എക്സിസ്റ്റിംഗ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് ഇഷ്യൂ നടത്തുകയാണ് റിഡംഷൻ ചെയ്യുന്നതെങ്കിൽ ഫ്രഷ് ആയിട്ട് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യില്ലേ, അപ്പോൾ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുക. അങ്ങനെ കിട്ടുന്ന പ്രീമിയം ഇതിന് വേണ്ടി ഉപയോഗിക്കുക. അതാണ് മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്. നമുക്ക് സോഴ്സസ് ഓഫ് റിഡംഷൻ നോക്കാം. സാധാരണഗതിയിൽ പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യുന്നത് 3 രീതിയിലാണ്. അതിലൊന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഫ്രഷ് ഇഷ്യൂ. ഓൾറെഡി പറഞ്ഞു നമ്മൾ ആ ടൈമിൽ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ നമ്മുടെ ഷെയറിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് മുമ്പായിട്ട് നമ്മൾ പുതിയ ഷെയറുകൾ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുക. ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർ ആണ്. അങ്ങനെ കിട്ടിയ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ രണ്ടാമത്തെ പോയിൻ്റാണ് റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റിഡംഷൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഓരോ വർഷത്തെ പ്രോഫിറ്റ് നമ്മൾ എന്തിലേക്ക് മാറ്റണം, CRRലേക്ക് മാറ്റണം, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അങ്ങനെ മാറ്റി മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഒരു എമൗണ്ട് ഉണ്ടാവും, ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ഫണ്ട് ഉപയോഗിച്ച് വേണം നമ്മൾ റിഡംഷൻ ചെയ്യാനായിട്ട്. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ പറഞ്ഞാൽ ഫസ്റ്റ് 2 മെത്തേഡിൻ്റെയും കോമ്പിനേഷനാണ് മൂന്നാമത്തെ മെത്തേഡ്. റിഡംഷൻ പാർട്ട്ലി ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പാർട്ട്ലി ഔട്ട് ഓഫ് പ്രോഫിറ്റ്. കുറച്ച് ഫ്രഷ് ഇഷ്യൂയിലൂടെയും കുറച്ച് പ്രോഫിറ്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, റിഡംഷൻ ചെയ്യുക. അങ്ങനെ 3 മെത്തേഡുകളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചൊരു കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. അപ്പോൾ ഇതുവരെയുള്ള തിയറി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലാകാത്ത ഏതെങ്കിലും പോയിന്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, നമുക്ക് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് സോഴ്സാണ് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. ഫ്രഷ് ഇഷ്യൂ ചെയ്യുക, അതായത് റിഡംഷന് വേണ്ടി ഫണ്ടില്ല, അപ്പോൾ കമ്പനി എന്ത് ചെയ്യുന്നു, ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡിന് മുമ്പായിട്ട് കമ്പനി എന്ത് ചെയ്യുന്നു, പുതിയ ഷെയർ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്തിട്ട് ആ എമൗണ്ട് വെച്ചിട്ട് റിഡംഷൻ ചെയ്യുക. അണ്ടർ ദിസ് മെത്തേഡ് ദ കമ്പനി റിഡീംസ് ദ പ്രിഫറൻസ് ഷെയർസ് ഔട്ട് ഓഫ് ദ പ്രൊസീഡ്സ് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് മെയ്ഡ് ഫോർ ദ പർപ്പസ്. In other words, a company issues new shares, ഇക്വിറ്റി ആകാം പ്രിഫറൻസ് ആകാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ റിഡംഷന് വേണ്ടി നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർ അത് പ്രിഫറൻസ് ഷെയർ ആകണമെന്ന കണ്ടീഷനൊന്നുമില്ല. അത് ഇക്വിറ്റി ആകാം ഓർ പ്രിഫറൻസ് ആകാം. ആൻഡ് പ്രൊസീഡ്സ് ഫ്രം സച്ച് ഇഷ്യൂസ് ആർ യൂസ്ഡ് ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. അങ്ങനെ നമ്മൾ ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തോ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന എമൗണ്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ചെയ്യാം. ദ കമ്പനി മേ ഇഷ്യൂ ഫ്രഷ് ഇഷ്യൂ ഐദർ അറ്റ് പാർ ഓർ അറ്റ് പ്രീമിയം. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ഷെയർ പ്രീമിയം ഔട്ട് ഓഫ് എ ന്യൂ ഇഷ്യൂ കനോട്ട് ബി യൂസ്ഡ് ഫോർ റിഡംഷൻ. മനസ്സിലായോ? അതായത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഫ്രഷ് ഇഷ്യൂ നടത്തുമ്പോൾ ആ ഷെയറുകൾ ഒന്നില്ലെങ്കിൽ പാറിൽ ഇഷ്യൂ ചെയ്യാം അല്ലെങ്കിൽ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആ പ്രീമിയത്തിൻ്റെ എക്സ്ട്രാ ഒരു എമൗണ്ട് കിട്ടില്ലേ, ആ എമൗണ്ട് ഒരിക്കലും എന്തിനു വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല, റിഡംഷന് വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. മനസ്സിലായി? ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ഷെയർ പ്രീമിയം ഔട്ട് ഓഫ് എ ന്യൂ ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന ആ ഷെയർ പ്രീമിയം ക്യാൻ നോട്ട് ബി യൂസ്ഡ് ഫോർ റിഡംഷന് വേണ്ടി ഒരിക്കലും ഉപയോഗിക്കരുത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു റിഡംഷൻ ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ ആ പ്രീമിയത്തിൻ്റെ എമൗണ്ട് ഉണ്ടല്ലോ, റിഡംഷൻ ചെയ്യുന്ന 100 രൂപയുടെ സാധനം നമ്മൾ 105 രൂപ കൊടുത്തിട്ടാണ് ആ ഡിബഞ്ചർ തിരിച്ചു മേടിക്കുന്നത്, നമ്മൾ പഠിച്ചില്ലേ ഫസ്റ്റ് ചാപ്റ്ററിൽ. അതുപോലെ ഇവിടെ പ്രിഫറൻസ് ഷെയർ 10 രൂപയുടെ സാധനം 12 രൂപ കൊടുത്തിട്ടാണ് ആ പ്രിഫറൻസ് ഷെയർ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നെങ്കിൽ ആ 2 രൂപയുണ്ടല്ലോ അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ പ്രീമിയത്തിൽ നിന്ന് ഉപയോഗിക്കാൻ വേണമെങ്കിൽ. മനസ്സിലായോ? അപ്പോൾ റിഡംഷൻ ചെയ്യുന്നത് പ്രീമിയത്തിലാണെങ്കിൽ ആ എക്സ്ട്രാ വരുന്ന പ്രീമിയം എമൗണ്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫ്രഷ് ഇഷ്യൂ ചെയ്തത് പ്രീമിയത്തിലാണെങ്കിൽ ഈ പ്രീമിയം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ ഒരിക്കലും എന്ത് ഉപയോഗിക്കാൻ പാടില്ല, പ്രീമിയത്തിൻ്റെ എമൗണ്ട് പ്രീമിയത്തിൽ ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ട് പ്രീമിയത്തിലാണ് നമ്മൾ ഫ്രഷ് ഇഷ്യൂ നടത്തുന്നതെങ്കിൽ അങ്ങനെ കിട്ടിയ എക്സ്ട്രാ എമൗണ്ട് ഒരിക്കലും റിഡംഷന് വേണ്ടി നോർമൽ റിഡംഷന് വേണ്ടി ഉപയോഗിക്കരുത് കേട്ടോ. അത് ഓർത്ത് വയ്ക്കാം. This means that only face or nominal value of shares so issued can be utilized for redemption. അതായത് ഫേസ് വാല്യൂലോ അല്ലെങ്കിൽ നോമിനൽ വാല്യൂലോ മാത്രം ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന എമൗണ്ട് മാത്രമേ നമ്മൾ റിഡംഷന് വേണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ 10 രൂപയുടെ സാധനം 10 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന എമൗണ്ട് വെച്ചിട്ട് നമ്മൾ റിഡംഷൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ആ പ്രീമിയം എക്സസ് കിട്ടിയ എമൗണ്ട് ഒരിക്കലും റിഡംഷന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. ഹൗവെവർ, ആ പോയിന്റാണ് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞത്. ഹൗവെവർ ദ ഷെയർ പ്രീമിയം ഫ്രം ദ ഫ്രഷ് ഇഷ്യൂസ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊവൈഡ് ഫോർ പ്രീമിയം പേയബിൾ ഓൺ റിഡംഷൻ. അതായത് ആ പ്രീമിയം വേണമെങ്കിൽ നമുക്ക് എന്തിനു ഉപയോഗിക്കാം, can be used to provide for premium payable on redemption. മനസ്സിലായില്ലേ? റിഡംഷൻ്റെ പ്രീമിയം ഉണ്ടെങ്കിൽ ആ പ്രീമിയം പേ ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ പ്രീമിയം നമുക്ക് ഉപയോഗിക്കാം. It also be noted that the redeemable preference shares cannot be redeemed by issuing debenture. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്. നമ്മൾ പറഞ്ഞു, പ്രത്യേകം നമ്മൾ ആ സോഴ്സിൽ പ്രത്യേകം പറയുന്നുണ്ട് റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർ എന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? അതായത് ഈ പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യേണ്ടത് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് വേണമെന്ന് പറയുന്നത്. അത് ഇക്വിറ്റി ആവും പ്രിഫറൻസ് ആവും. പക്ഷെ ഒരിക്കലും ഷെയറുകൾ റിഡംഷൻ ചെയ്യുമ്പോൾ ഒരിക്കലും ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് ആ എമൗണ്ട് ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് റിഡീം ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് ഈ പോയിന്റിൽ പറയുന്നത്.
നമുക്ക് അക്കൗണ്ടിങ് പ്രൊസീജിയറിലേക്ക് നമുക്ക് പോകാം. അക്കൗണ്ടിങ് പ്രൊസീജിയറിൽ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിങ്ങനെ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഫുള്ളി പെയ്ഡ് ആകാം അല്ലെങ്കിൽ പാർട്ട്ലി പെയ്ഡ് ആകാം. ഫുള്ളി പെയ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് റിഡംഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ പാർട്ട്ലി പെയ്ഡ് ആണെങ്കിൽ നമ്മൾ ആദ്യം അതിനെ എന്താക്കണം, ഫുള്ളി പെയ്ഡ് ആക്കണം. അപ്പോൾ അതിനെ എൻട്രി നമ്മൾ ആദ്യം പോസ്റ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മുടെ കേസിലേക്ക് വരാൻ പാടുള്ളൂ. ഇഫ് ദേ ആർ പാർട്ട്ലി പെയ്ഡ് അപ്പ് ആണെങ്കിൽ നമ്മൾ താഴെ പറയുന്ന എൻട്രി വേണം നമ്മൾ പോസ്റ്റ് ചെയ്യാനായിട്ട്. പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റ് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. നമ്മൾ സാധാരണ പാർട്ട്ലി പെയ്ഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് കോൾ വരെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിൽക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് വരെ നിൽക്കുന്നുണ്ടാവുള്ളൂ, ബാക്കി നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യണം, അതും കൂടി കംപ്ലീറ്റ് ചെയ്യണം. അതാണ് പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റ് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ. നമ്മൾ ഓൾറെഡി സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള എൻട്രി തന്നെ. അതായത് ലാസ്റ്റത്തെ ഇപ്പോൾ ഫസ്റ്റ് കോൾ കഴിഞ്ഞാൽ ഒരു പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ഇനി ഒരു ഫൈനൽ കോളും കൂടി ഉണ്ട്. അത് നടത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ അതും കൂടി നടത്താം. അപ്പോൾ എന്താ എൻട്രി വരെ, പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റ് ടു പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അതിനുശേഷം ബാങ്കിലേക്ക് വരുന്ന എൻട്രി ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. അപ്പോൾ പാർട്ട്ലി പെയ്ഡ് പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ അതിന് എന്താക്കണം, ആദ്യം ഫുള്ളി പെയ്ഡ് ആക്കുന്ന എൻട്രി പോസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ കേസിലേക്ക് വരാനായിട്ട്. ഇനി നമ്മൾ റിഡംഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ന്യൂ ഷെയർ നമ്മൾ എന്ത് ചെയ്യണം, ഫ്രഷ് ഇഷ്യൂ നടത്താണ്. അതിന് എൻട്രി നമുക്ക് അറിയാം. പാറിലാണെങ്കിലും പ്രീമിയത്തിലാണെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ചതാണ്. എന്നാലും നമ്മൾ എൻട്രി വീണ്ടും പറയുന്നുണ്ട്. പാറിലാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ, പ്രീമിയത്തിലാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ആണ്. ഇത് ഓൾറെഡി കോമ്പൗണ്ട് എൻട്രി ആണ് കേട്ടോ. അത് സാധാരണ നമുക്കറിയാം പാറിലാകുമ്പോൾ നമുക്കറിയാം ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ, ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ്, അങ്ങനെയല്ല പഠിച്ചേക്കണേ. ഇതൊരു കോമ്പൗണ്ടായിട്ട് അവർ എല്ലാം കൂടി ഒരുമിച്ച് എഴുതിയേക്കുന്ന എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രീമിയത്തിലാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്. അത് പഠിച്ചാൽ മതി. പ്രീമിയം എപ്പോഴും നമുക്കറിയാം ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പ്രീമിയം നമുക്ക് കിട്ടുന്നതാണ്, അത് ക്രെഡിറ്റ് ആയിരിക്കും നമ്മൾ പറഞ്ഞു. റിഡംഷൻ ടൈമിലാണ് പ്രീമിയം എന്താവുക, ഡെബിറ്റ് ആവുക. ഓക്കെ, അപ്പോൾ നമുക്ക് എൻട്രി ഫ്രഷ് ഇഷ്യൂ നടത്തുന്ന എൻട്രി നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് റൈറ്റ് ജേണൽ എൻട്രീസ് ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. ഇനി റിഡംഷൻ്റെ എൻട്രി നമുക്ക് നോക്കാം. റിഡംഷൻ ചെയ്യുന്നത് പാറിലാണെങ്കിൽ നമ്മൾ ഡിബഞ്ചറിൻ്റെ പോലെ തന്നെയാണ്. ഇവിടെ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. ഡിബഞ്ചറിൻ്റെ പോലെ തന്നെയാണ്. റിഡംഷൻ ചെയ്യുന്ന പാറിലാണെങ്കിൽ എന്താ വരിക, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ എഴുതണം. കാരണം പ്രിഫറൻസ് ഷെയറുകളെല്ലാം തന്നെ റെഡീമബിൾ ആണ് നമ്മൾ സാധാരണ റിഡംഷൻ വേണ്ടി ഉപയോഗിക്കുക. അതുകൊണ്ട് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. കൊടുക്കാനുള്ള ഡ്യൂവൽ എൻട്രി, കൊടുക്കുമ്പോൾ എൻട്രി എന്താ വരാം, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. ഇനി പ്രീമിയത്തിൽ റിഡംഷൻ ചെയ്യേണ്ടതാണെങ്കിലോ എന്തായിരിക്കും എൻട്രി ചെയ്യുക, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഒക്കെ. പ്രീമിയം എന്താ ഡെബിറ്റ് ആവും ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇവിടെ പ്രീമിയം റിഡംഷൻ്റെ പ്രീമിയം എവിടെ നിർത്തി കൊടുക്കണ്ടേ, ഞാൻ പറഞ്ഞു എവിടെ നിർത്തി കൊടുക്കണ്ടേ. ഒന്നില്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഉണ്ടെങ്കിൽ അതിന് എടുത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഫ്രഷ് ഇഷ്യൂ നടത്തിയേക്കുന്നത് പ്രീമിയത്തിലാണെങ്കിൽ ആ പ്രീമിയം എടുത്ത് കൊടുക്കുക. അപ്പോൾ എന്താ എൻട്രി വരാം, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് അറ്റ് ടു പ്രീമിയം ഓർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. ഇപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം ഇല്ലാത്ത സിറ്റുവേഷനിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, പ്രോഫിറ്റിന് എടുക്കുക. അപ്പോൾ എന്താ എൻട്രി വരിക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്കത് ഒരു എൻട്രി ആയിട്ട് എഴുതാം, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു പ്രീമിയം ഓർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ആണ്. അതിനുശേഷം നമ്മൾ ഡിബഞ്ചർ ഹോൾഡറിന് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുമ്പോൾ എൻട്രി എന്താ വരിക, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഒരു പ്രോബ്ലം ചെയ്യും. അപ്പോൾ എല്ലാവരും ജേണൽ എൻട്രീസ് ഒന്ന് നന്നായിട്ട് നോക്കുക. ഞാൻ പറഞ്ഞ എൻട്രീസ് പാർട്ട്ലി പെയ്ഡ് ആണെങ്കിൽ ഫുള്ളി പെയ്ഡ് ആക്കുക. നമ്മളപ്പോൾ ഫ്രഷ് ഇഷ്യൂ നടത്തുന്നത് പ്രീമിയത്തിലാണെങ്കിലും പാറിലാണെങ്കിലും എൻട്രി നോക്കുക. റിഡംഷൻ ടൈമിൽ എൻട്രി പാറിലാവാം പ്രീമിയത്തിലാകാം. ആ രണ്ട് എൻട്രീസ് നോക്കുക. പ്രോബ്ലം നമുക്ക് എന്തായാലും അടുത്ത ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്